ബസ്സിൽ പെട്രോൾ ടാങ്കർ ഇടിച്ചുണ്ടായ അപകടത്തിൽ വെന്തുമരിച്ച ഉംറ തീർത്ഥാടകരുടെ മൃതദേഹങ്ങൾ മദീനയിലേക്ക് മാറ്റി. ഹൈദരാബാദ് സ്വദേശികളായ 40-ലേറെ പേരുടെ മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ നേരിട്ടെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ മദീനയിൽ തന്നെ ഖബറടക്കും. മദീനയിലെ 3 ആശുപത്രികളിലായാണ് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. ബസ്സിൽ പെട്രോൾ ടാങ്കർ ഇടിച്ചതോടെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ച് രക്ഷപ്പെട്ട ഹൈദരാബാദ് സ്വദേശിയും 24-കാരനുമായ മുഹമ്മദ് ഷുഐബ് മദീന സൗദി ജർമ്മൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന്റെ 16 ബന്ധുക്കളാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മദീനയിലെത്തി സന്ദർശനം പൂർത്തിയാക്കി നടപടിക്രമങ്ങളിൽ ഏകോപനം നടത്തുന്നുണ്ട്. ട്രാഫിക് വിഭാഗം നടപടികൾ പൂർത്തിയാക്കുന്നതായി മദീന ഭരണകൂടവും അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിഞ്ഞാൽ മദീനയിൽ തന്നെ ഖബറടക്കം വേഗത്തിൽ പൂർത്തിയാക്കും. തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. 11 കുട്ടികളും 20 സ്ത്രീകളും അടക്കം 43 പേരാണ് ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് ഉംറ കമ്പനി അറിയിച്ചത്. 46 പേർ എന്നും റിപ്പോർട്ടുകളുണ്ടെങ്കിലും സൗദി ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ ഒരാളൊഴികെ ആരും അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രിയും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയും അനുശോചിച്ചിരുന്നു. ഹൈദരാബാദ് MP അസദുദ്ദീൻ ഉവൈസിയും സൗദിയിലെ നയതന്ത്ര കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അപകടത്തിന്റെ കാരണം പോലീസ് അന്വേഷണത്തിലാകും തെളിയുക. ഒരാഴ്ച മക്കയിൽ തങ്ങി ഉംറ പൂർത്തിയാക്കി മദീനയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഹൈദരാബാദ് സ്വദേശികൾ. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 മദീനയിലെ ബദറിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മീഡിയ 1 മദീന.